ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ എൻട്രൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ തരത്തിലുള്ള അത്ലറ്റിക്സിൻ്റെ, അതായത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ബെനിഫിറ്റ്സുകൾ ഈ എൻട്രൻസ് സമയത്ത് എത്രത്തോളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ഈ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് കോട്ടയുടെ ഒരു കാര്യം. എല്ലാവരും അത്ലറ്റ്സ് ആണ്, അപ്പോൾ പലരും സ്പോർട്സ് കോട്ട ഉള്ളതായിട്ട് അറിയില്ല. BPEDസിനും അതുപോലെ തന്നെ MPEDലൊക്കെ പലപ്പോഴും സ്പോർട്സ് കോട്ട അത് കൺവേർട്ട് ചെയ്യാറാണ് പതിവ്. എല്ലാവരും സ്പോർട്സ് പേഴ്സൺസ് ആണ്, പലരും അത് വിട്ടുപോകും. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ആയിരിക്കും ആ സ്പോർട്സ് കോട്ട ഉള്ള ആളുകൾക്ക്. നാഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സെലക്ഷനാണ്. അതിൽ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഈ നാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ. സോ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സ്പോർട്സ് കോട്ട എന്ന് പറയുന്ന ഓപ്ഷനിൽ ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പിയും എല്ലാം കൂടെ ഇങ്ങോട്ട് പോസ്റ്റലായിട്ട് അയക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ ഒരു വേക്കൻസി കൺവേർട്ട് ചെയ്തിട്ട് മറ്റ് കാറ്റഗറീസിനൊക്കെ വേണ്ടി കൺവേർഷൻ കൊടുക്കാറുണ്ട്, ഓപ്പൺ സീറ്റൊക്കെ ആയി കൊടുക്കാറുണ്ട് സ്പോർട്സ് കോട്ട ആൾ വരാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള BPEDൻ്റെ റിട്ടേൺ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്കിവിടെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2028 ഒളിമ്പിക്സ് ഗെയിം എവിടെ വെച്ചാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യനിൽ അത് ലോസ് ആഞ്ചലസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, നെയിം ദ പ്ലെയർ ഹു വോൺ ദ ഗോൾഡ് സ്ലാം. അത് ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റെഫി ഗ്രാഫ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ 3 ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഡയമണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഗെയിം? ഐ തിങ്ക് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഐ തിങ്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിച്ച് വോൺ ദ 1983 വേൾഡ് കപ്പ്? അത് കപിൽ ദേവ് ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, കപിൽ ദേവ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ജിംനാസ്റ്റ് വിത്ത് ദി നിക് നെയിം ഓഫ് പ്ലാസ്റ്റിക് ഗേൾ ആരാണെന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ നാദിയ ആണ്, ഓപ്ഷൻ ഡി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചക് അഡ്വാനി ഈസ് റിലേറ്റഡ് വിത്ത്? അത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കുറച്ച് സ്പീഡിൽ നമുക്ക് ഓടിച്ചു പോവാം. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഏഷ്യൻ ഗെയിം വാസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അത്ലറ്റ് ഈസ് നോൺ ആസ് സ്പ്രിംഗ് ക്വീൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്, PT ഉഷയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നയൻത്ത് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ഇന്ത്യൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയർ ഹു വോൺ ദ കോൺസിക്യൂട്ടീവ് മെഡൽ ഇൻ ഒളിമ്പിക്സ് എന്നുള്ളതാണ് നയൻത്ത് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, PV സിന്ധു ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th, നമ്പർ ഓഫ് ദ ബോൺസ് ഇൻ നമ്മുടെ മനുഷ്യരീരത്തിൽ എത്ര ബോൺസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, അത് 206 ആണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹു മീൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം എ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട്? ആദ്യത്തെ വനിതാ ജഡ്ജ്, സുപ്രീം കോർട്ടിലെ വനിതാ ജഡ്ജിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ആരാണെന്നുള്ളത്. ഫാത്തിമ ബീവി, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടീം വോൺ ദ സന്തോഷ് ട്രോഫി ഇൻ 2018? സന്തോഷ് ട്രോഫി 2018
ജയിച്ച ടീം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 13. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, കേരളയാണ് റൈറ്റ് ആൻസർ. എഡ്വിൻ ഗാർഡൻ ഈസ് ലൊക്കേറ്റ്, അതൊരു എന്താണ്, ഗാലറി ആണല്ലേ, അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാലറിയാണ്. ഓപ്ഷൻ എ ആണ്, കൊൽക്കത്തയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ അത്ലറ്റ് ഹു വോൺ ദ മെഡൽ ഇൻ ദി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അഞ്ജു ബോബി ജോർജ്. സി ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ 15ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ്, വിച്ച് ഇന്ത്യൻ അത്ലറ്റ് വോൺ ദ പ്രസ്റ്റിംഗ്യൂഷ് വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദി ഇയർ അവാർഡ് 2021 അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ഏത് ഗെയിമായി റിലേറ്റ് ചെയ്താന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഏഷ്യൻ ഗെയിം വിൽ ബി ഹെൽഡ് അറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18, നെയിം ഓഫ് ദ ഫുട്ബോളർ ഹു വോൺ ദ മാക്സിമം ബാലൻ ഡിയോർ അവാർഡ്. ലയണൽ മെസ്സി ആണ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബാലൻ ഡിയോർ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാലൻ ഡിയോർ. ഓക്കെ, ബാലൻ ഡിയോർ 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടീം വോൺ ദ 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ. ഫ്രാൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാസ്റ്റ് വേർഡ് ആഡഡ് ടു ദി ഒളിമ്പിക് മോട്ടോ. ഒളിമ്പിക് മോട്ടോയിൽ ഈ അടുത്തായിട്ട് കോവിഡ് സിറ്റുവേഷനിൽ ആഡ് ചെയ്തിട്ടുള്ള വേർഡാണ്. ആഡ് ചെയ്തിട്ടുള്ള എന്താണെന്നാണ്, ടുഗദർനെസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ 20ാമത്തെ ക്വസ്റ്റ്യൻ. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ സി ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ സി ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ സി ആണ്, ഹാപ്പി എന്നുള്ളതാണ്. സിംറ്റംസ് ഓഫ് ഹാർമണി ഈസ് ഡാഷ് ഹാപ്പി. 22ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, റിനോവ്ഡ്. 23ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഡൊമസ്റ്റിക് എന്നുള്ളതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, നയൺ. ഓപ്ഷൻ നയൺ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, സി. 25ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഫാദർ എന്നുള്ളതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി. 26ാമത്തെ ക്വസ്റ്റ്യൻ സി. അതൊരു കോഡാണ്, അപ്പോൾ കോഡ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കോഡ് കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഒരു ഓഡായിട്ടുള്ള നമ്പർ സെലക്ട് ചെയ്യാന്ന് പറയുന്നത്, ഒറ്റക്ക സംഖ്യ. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ സി. 29ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ മാസ്റ്റർ ബ്ലാസ്റ്റർ ആരാണെന്നുള്ളതാണ്, സച്ചിനാണ്. സോ ഇനിയുണ്ട് ഒരു 10 ക്വസ്റ്റ്യനും കൂടെ. അപ്പോൾ നിങ്ങളത് സെൽഫായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക, എന്നിട്ട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് ഓരോന്നായിട്ട് മനസ്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഏതാണെന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിൻ്റെ ലിങ്ക് കൊടുക്കുക. MP.Ed BP.Edമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെയിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും അതും കൂടെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അറിയാവുന്നതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.